ഹായ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സോയാ ചങ്ക്സ് വെച്ച് ഒരു കോള ഉരുണ്ടയാണ്. നമ്മൾ മട്ടണിലല്ല കോള ഉരുണ്ട കണ്ടിട്ടുള്ളത്, ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഹായ്, ഇന്ന് സോയാ ചങ്ക്സ് വെച്ച് ഒരു കോള ഉരുണ്ട ചെയ്യാം. അതിനുവേണ്ടി ഞാൻ സോയാ ചങ്ക്സ് കുതിർത്ത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. ആദ്യം അതിനകത്തേക്ക് കുറച്ച് ഒരു 2 കഷ്ണം ഇഞ്ചി ഇടാം. അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇടാം. ഒരു 3 പച്ചമുളക്. ഇത് ഉപ്പ് ഇട്ടിട്ട് നമുക്കത് അരച്ചെടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയിലയും ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് കുറച്ച് ഉടച്ചുകടല പൊടി വേണം. അതിന് ഇതിൽ നിന്ന് പൗഡർ എടുക്കാം. ആ പൊടി നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. കുറച്ച് അരിപ്പൊടി കൂടി ചേർക്കാം നമുക്ക്. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള, നിങ്ങളുടെ ആവശ്യത്തിന് എരിക്ക് മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇതിലൊരു സ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ ഉപ്പ് ആൾറെഡി ഇട്ടിട്ടുണ്ട്. ഉപ്പില്ലെങ്കിൽ ഇനിയും ഇട്ട് കൊടുക്കണം. ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ കോള ഉരുണ്ട എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഞാനിവിടെ പാനിൽ എണ്ണ വെച്ചിട്ടുണ്ട്. ഒന്നൊന്നാ നമുക്ക് പോട്ട് പൊരിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിടണ്ട. അകമൊക്കെ വേവണമെങ്കിൽ കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് തിരിച്ചിടാം. നമ്മുടെ കോള ഉരുണ്ട ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ പൊരിച്ചെടുക്കാം. നമ്മളെപ്പോഴും ഹോട്ടലിലൊക്കെ പോകുമ്പോൾ മട്ടൺ കോള ഉരുണ്ട വാങ്ങി കഴിക്കാറ്. പക്ഷെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇത്. ഞങ്ങളുടെ കോള ഉരുണ്ട അങ്ങനെ റെഡി ആയിട്ടുണ്ട്. സോയാ കോള ഉരുണ്ട നിങ്ങളും ട്രൈ ചെയ്യണം. കൊച്ചു കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാണ്. സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴെല്ലാം നിങ്ങൾ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് ഷെയർ ചെയ്യണം.